ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊന്നാമത്തത് എ ക്രോസ് ബി കാണണം. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എ ക്രോസ് ബി ഈക്വൽസ് ഒരു ഡിറ്റർമിൻ്റെ അകത്ത് ഐ ജെ കെ ഇടുക. പിന്നെ ഐയുടെ കോഎഫിഷ്യൻ്റ് 2. എ നമ്മൾ നോക്കുക. എയിൽ 2 ഒരു -1 ഉണ്ട്. 2 -1 ഇവിടെയാണെങ്കിൽ 6 - 2 6 - 2 അതായത് കോഎഫിഷ്യൻസ് എല്ലാം എടുത്ത് എഴുതുക. ഇത് ഡിറ്റർമിൻ്റ് കാണാം. ഡിറ്റർമിൻ്റ് കാണാൻ നമുക്കറിയാം ഐ ഇൻറ്റു ഇതും കട്ട് ചെയ്തിട്ട് ബാക്കി 2 - 1 -2 2 -1 -2 ജെ ഇട്ടിട്ട് കട്ട് ചെയ്യുക. താഴേക്കും സൈഡിലേക്കുള്ളത് കട്ട് ചെയ്യുമ്പോൾ 2 - 1 6 2 -1 6 പ്ലസ് കെ ഇൻറ്റു 2 6 -2 ഓക്കെ. 2 6 -2 ഇത് ചെയ്യുമ്പോൾ ഐ ഇൻറ്റു 2 - 2 മൈനസ് ജെ ഇൻറ്റു 4 - -6 പ്ലസ് കെ ഇൻറ്റു -4 - 12 ഇങ്ങനെ ചെയ്യുമ്പോൾ 0i -10j -16k ഇതാണ് ആൻസർ. ഓക്കെ. അപ്പോൾ ഐ ക്രോസ് ജെ കാണാൻ മറന്നു പോയത് ഐ ജെ കെ എന്ന് എഴുതുക. ഡിറ്റർമിനൻ്റ് അകത്ത് ഈ നമ്പേഴ്സ് എഴുതുക. എ ഡോട്ട് ബി ആണെങ്കിൽ എ ക്രോസ് ബി നമ്മൾ കണ്ടു. എ ഡോട്ട് ബി ആണെങ്കിൽ ഇത് ക്വസ്റ്റ്യനിലല്ല, ഞാൻ പറയുന്നതാണ്. എ ഡോട്ട് ബി ആണെങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കുക. 2 ഇവിടുത്തെ 2 എടുക്കുന്നു, ഇവിടുത്തെ 6 എടുക്കുന്നു. ഓക്കെ. 2 × 6 പ്ലസ് ഇവിടുത്തെ 2 എടുക്കുന്നു, ഇവിടുത്തെ -2 എടുക്കുന്നു. 2 × -2 ഇവിടുത്തെ -1 എടുക്കുന്നു, ഇവിടുത്തെ 2 ഉണ്ട്. പ്ലസ് -1 × 2 ഇങ്ങനെയാണ് എ ഡോട്ട് ബി കണ്ടത്. എ ഡോട്ട് ബി ഒരു നമ്പർ ആയിരിക്കും. എ ക്രോസ് ബി ഒരു വെക്റ്ററാണ്. മാറിപ്പോരുത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് വൈ സെഡ് കാണുക. ഇത് രണ്ട് ഈക്വൽ അല്ലേ? ഈ രണ്ട് വെക്റ്റർ ഈക്വൽ ആണ്. 2i + 4j - 2kയും xi + yj + 3kയും ഈക്വൽ ആണ്. എക്സ് വൈ സെഡ് കാണാനാണ് പറയുന്നത്. 2ന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ എക്സ് അല്ലേ? അതായത് 2 = x അഥവാ x = 2. 4ന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ y അല്ലേ? 4 = y ആണ്, അതായത് y = 4. -z നേരെ ഓപ്പോസിറ്റ് ഇവിടെ 3 അല്ലേ? മൈനസ് ചേർത്തെടുക്കണേ. -z = 3 അഥവാ z = -3. ഓക്കെ. അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡോട്ട് പ്രോഡക്റ്റ് എന്നാണ്. ഫൈൻഡ് ദ ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് ആംഗിൾ. എ ഡോട്ട് ബി നേരത്തെ പറഞ്ഞതല്ലേ? എ ഡോട്ട് ബി ആദ്യം കാണാം. എ ഡോട്ട് ബി എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ, ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ. അതെത്രയായിരിക്കും? -1 × 3 ഇവിടുത്തെ 1, ഇവിടുത്തെ 3, ഇവിടുത്തെ -2, ഇവിടുത്തെ -2 പ്ലസ് -2 × -2 ഇവിടുത്തെ 3, ഇവിടുത്തെ 1 പ്ലസ് 3 × 1. ഓക്കെ ആണോ? 1 × 3 ഇവിടെ -1 അല്ല അല്ലേ? ഇവിടെ 1 × 3 ആദ്യത്തെ 1, രണ്ടാമത്തെ വെക്റ്ററിൽ ആദ്യത്തെ 3, ആദ്യത്തെ വെക്റ്ററിൽ -2, രണ്ടാമത്തെ വെക്റ്ററിൽ -2, മൂന്നാമത്തെ വെക്റ്ററിൽ 3, മൂന്നാമത്തെ 3, ഇവിടുത്തെ മൂന്നാമത്തെ 1 × ഓക്കെ 3 + 4 + 3 അതായത് 10. ഓക്കെ അല്ലേ? ഈ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇത്രയും കണ്ടുവച്ചാൽ മതി. ആംഗിൾ കാണാൻ ചോദിക്കുന്നുണ്ട്. ആംഗിളിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചതാണ്. cos θ = a ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് a × മോഡുലസ് ബി. അത് എ ഡോട്ട് ബി നമ്മൾ കണ്ടതാണ്. ഇനി മോഡുലസ് എയും മോഡുലസ് ബിയും കണ്ടാൽ മതി.
മോഡുലസ് എ ഈക്വൽസ് റൂട്ട് ഓഫ് ആദ്യം പറഞ്ഞില്ലേ 1 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഇതിൻ്റെ ആൻസർ 1 + 4 + 9 ഈക്വൽ √14. മോഡുലസ് ബി ആണെങ്കിൽ റൂട്ട് ഓഫ് ഈ ബി വെക്റ്റർ നോക്കാം 3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അത് 9 + 4 + 1 അതും √14. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാൻ പോണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണ്. A.B 10 ഡിവൈഡഡ് ബൈ √14 × √14. അപ്പോൾ 10/14 ഇത്രയും മതി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആംഗിൾ കാണാൻ ആംഗിളിൻ്റെ ഫോർമുല ഇതാണ്. കോസ് തീറ്റ ഈക്വൽ A.B / mod A × mod B. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ A × B കാണാനാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നേരത്തെ കണ്ടതല്ലേ A × B കാണാനായിട്ട്. ഇതേപോലെ I J K ഇടുക 3 1 -2 1 -3 4 അങ്ങനെ ഇട്ടിട്ട് അറിയാമല്ലോ ചെയ്യാനായിട്ട്. ഇനി അത് രണ്ടാമത് ഒരു നോട് കാണിച്ചു തരാം. ഓക്കെ, I × ഇതിന് നേരെ സൈഡിലേക്കുള്ളത് കട്ട് ചെയ്യാം. 1 -2 -3 4 -j × താഴേക്ക് സൈഡിലേക്ക് കട്ട് ചെയ്യുമ്പോൾ 3 -2 1 4 പ്ലസ് k × 3 1 1 -3. ആൻസർ ചെയ്യുമ്പോൾ I × 4 - -3 × -2 6 -j × 3 × 4 12 -2 പ്ലസ് k × -9 -1 -2i -10j -10 അല്ല 14j 12 - -2 എന്ന് പറഞ്ഞാൽ 14 ആണ്. -9 -1 -10k. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ. നേരത്തെ കണ്ട പോലെ കോസ് തീറ്റയുടെ ആൻസർ എന്താണ്? A.B ഡിവൈഡഡ് ബൈ mod A × mod B. A.B കാണാൻ നമുക്കറിയാം മോഡുലസ് A, അതായത് ലെങ്ത് ഓഫ് A കാണാൻ അറിയാം, ലെങ്ത് ഓഫ് B കാണാൻ അറിയാം അല്ലേ, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കോൺസ്റ്റൻറ്റ് ഫോഴ്സസ്. അപ്പോൾ ഇത് വർക്ക് ഡൺ കാണാനാണ്. ഫൈൻഡ് ദ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല, ഇത് ബൈ ഹാർട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ്. വർക്ക് ഡൺ ഈക്വൽസ് F.AB, അതായത് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് എഴുതി വെക്കാം നമ്മൾ. ഓക്കെ, അപ്പോൾ എഫ് എന്നുള്ള 3 ഫോഴ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ സമ്മാണ്. F ഈക്വൽ AB നമുക്ക് കണ്ടുപിടിക്കുക. ആദ്യം എഫ് വേണം. എഫ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ സം ചെയ്തോ 2 2 ഇവിടുത്തെ -1 ഇവിടുത്തെ 2 2 2 4 -1 3i -5 + 2 + 7 7 2 9 -5 4j. ഓക്കെ, 6k - k + 5k. ഇതാണ് നമ്മുടെ ഫോഴ്സ് എഫ്. എല്ലാ ഫോഴ്സും കൂടെ കൂട്ടി ഉള്ള വലിയ ഫോഴ്സ്. ഇനി എ ബി കണ്ടുപിടിക്കാൻ ഫ്രം ടു എന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. ഫ്രം വേണം ടു, ഫ്രം എന്ന് എഴുതിയ വെക്ടറാണിത്, 2 എന്നുള്ളത് വെക്ടറാണിത്. അപ്പം എ ഈക്വൽസ് പൊസിഷൻ വെക്ടർ ഓഫ് എ എന്നുള്ളത് 4i - 3j - 2k ആണ്. പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്നുള്ളത് രണ്ടാമത് 2 ഏതാണ് 6i + j - 3k. ഇനി എ ബി എങ്ങനെ കണ്ടുപിടിക്കും? എ ബി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ എന്നാണ് നമ്മൾ പഠിച്ചു. ബിയുടെ പൊസിഷൻ വെക്ടർ 6 - 4 2i
j minus minus 3 plus 4j minus 3 minus minus 2k minus 3 plus 2 minus k. അപ്പോൾ എ ബി കിട്ടി. ഇനി എഫ് ഡോട്ട് എ ബി കാണാൻ ഈസി അല്ലേ? എഫ് ഡോട്ട് എ ബി ജസ്റ്റ് എഫ് എഴുതാൻ ഡോട്ട് എഫ് ആദ്യം എഴുതി വയ്ക്കുക. 3i പ്ലസ് 4j പ്ലസ് കെ ഡോട്ട് 2i പ്ലസ് 4j മൈനസ് കെ. ഇതിലെ കോഎഫിഷ്യൻസ് 3 ഇൻറ്റു ഇപ്പുറത്തെ 2 3 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു മൈനസ് 1. ഇത് ആൻസർ കണ്ടുപിടിച്ചാൽ നമ്മളുടെ എഫ് ഡോട്ട് എ ബി അതായത് വർക്ക് ഡൺ ആയി. ഈസി അല്ലേ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ ആദ്യം എല്ലാ ഫോഴ്സും കൂടെ കൂട്ടി എഫ്, പിന്നെ ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എ ടു ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എ ക്രോസ് ബി കാണാനാണ്. നമുക്കറിയാലോ എ ക്രോസ് ബി എങ്ങനെ കണ്ടത്. ഇനി ഞാനിത് ചെയ്യുന്നില്ല കേട്ടോ. ഐ ജെ കെ എന്ന് എഴുതാം, ഇതെടുത്ത് എഴുതാം. എയുടെ 2 2 മൈനസ് 1 6 മൈനസ് 3 2. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടാൽ എ ക്രോസ് ബി. 2 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തത്, മൂന്നാമത്തെ അതായത് റിപ്പീറ്റഡ്ലി എ ക്രോസ് ബി ചോദിക്കുന്നത്. ഇതും വർക്ക് ഡൺ കാണാനുള്ള ക്വസ്റ്റ്യനാണ്. വർക്ക് ഡൺ ഇതിനകത്ത് എഫ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എല്ലാ എഫും കൂടെ കൂട്ടണ്ട, ഒരു എഫ് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് എഴുതി വെക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല വർക്ക് ഡൺ ഈക്വൽ എഫ് ഡോട്ട് എ ബി. അപ്പോൾ എഫ് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് 2j പ്ലസ് കെ. എ ബി കാണണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ പൊസിഷൻ വെക്റ്റർ ഫ്രം ദ പോയിന്റ് വിത്ത് പൊസിഷൻ വെക്റ്റർ. അപ്പോൾ ഫ്രം ഇത് ടു രണ്ടാമത്തെ വെക്റ്റർ. അപ്പം എ എന്നുള്ളത് പൊസിഷൻ വെക്റ്റർ ഓഫ് എ എന്നുള്ളത് ആദ്യം കാണുന്ന വെക്റ്ററാണ്. ഫ്രം 2i പ്ലസ് ജെ പ്ലസ് കെ. പൊസിഷൻ വെക്റ്റർ ഓഫ് ബി എന്നുള്ളത് രണ്ടാമത് കാണുന്ന വെക്റ്റർ 3i പ്ലസ് 2j പ്ലസ് 4k. അപ്പോൾ നമുക്ക് എ ബി കാണാം. എ ബി കാണാൻ ഈസിയാണ്. പി വി ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. ഓക്കെ, ബി ഇപ്പോൾ 3 മൈനസ് 2 3i പ്ലസ് 2j പ്ലസ് 4kയുടെ അകത്തുനിന്ന് മൈനസ് ബി ഏതാണ്? എ ഏതാണ്? 2i പ്ലസ് ജെ പ്ലസ് കെ. ഇതങ്ങ് മൈനസ് ചെയ്താൽ മതി. 3 മൈനസ് 2 1i 2j മൈനസ് ജെ 1j പ്ലസ് 4k മൈനസ് കെ 3k. ഇപ്പം നമുക്ക് എ ബി കിട്ടി. ഇനി എഫ് ഡോട്ട് എ ബി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. എഫ് ഡോട്ട് എ ബി എഫ് ഇതാണ്. എഫ് നമുക്ക് കിട്ടി, എ ബി നമുക്ക് കിട്ടി. എഫ് ഡോട്ട് എ ബി എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് രണ്ടാമത്തെ വെക്റ്റർ 2 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 3 അല്ലേ? ഇതെടുക്കുക ഇവിടുത്തെ ഇത് 1 ഇൻറ്റു 1 1ഉം 1ഉം 2 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 1 പ്ലസ് 2 പ്ലസ് 3 അഥവാ 5 എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കിയാൽ ഫൈൻഡ് ദ വെക്റ്റർ പി ക്യൂ. വെക്റ്റർ പി ക്യൂ കാണാൻ നമുക്കറിയാമല്ലോ പൊസിഷൻ വെക്റ്റർ ഓഫ് ക്യൂ മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് പി. ഇപ്പോൾ ഒരു വെക്റ്റർ ഇവിടെ കിട്ടും. പൊസിഷൻ വെക്റ്റർ ഓഫ് ക്യൂ ഇതല്ലേ? 3i പ്ലസ് 5j പ്ലസ് 6k മൈനസ് ഇതിന് i പ്ലസ് 2j പ്ലസ് 3k തമ്മിൽ മൈനസ് ചെയ്യാം. 3 മൈനസ് 1 2i 5 മൈനസ് 2 3j പ്ലസ് 6 മൈനസ് 3k. ഇനി ഇതിൻ്റെ ഫൈൻഡ് ദ വെക്റ്റർ പി ക്യൂ ആൻഡ് ലെങ്ത്ത് വേണം. ലെങ്ത്ത് നമുക്കറിയാമല്ലോ മോഡുലസ് പി ക്യൂ എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 9 പ്ലസ് 9 18 പ്ലസ് 4 റൂട്ട് 22. ഇതാണ് ലെങ്ത്ത്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് പാർട്ട് ബിയിലുള്ളത്.